മാഡ് മാക്സ് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ സിനിമ ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ. ഒറ്റ പേര് ജോർജ് മില്ലർ. 1979 തുടങ്ങിയ മാഡ് മാക്സ് പരിപാടികളാണ്. അതിൻ്റെ ആ ഒരു സമയത്ത് ഒരു 3 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 2015 ഇറങ്ങിയ മാഡ് മാക്സ് ഫ്യൂരി റോഡ്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രീക്വലായിട്ടാണ് ഈ പടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പടത്തിനകത്തുള്ള ഫ്യൂരിയോസ് എന്നുള്ള ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം ഫുള്ളായിട്ട് പോകുന്നത്. ഫ്യൂരിയോസയുടെ ഒരു കുട്ടിക്കാലം മുതൽ 2015 ഇറങ്ങിയ ഫ്യൂരി റോഡ് തുടങ്ങുന്ന അവിടം വരെയാണ് ഈ പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. ഓപ്പൺഹൈമറിന് ശേഷം ഞാൻ ഐമാക്സിൽ പോയി കണ്ട ഹോളിവുഡ് പടമാണ്. കാണാറുള്ള കാരണങ്ങളിൽ മറ്റൊന്ന് ക്രിസ് ഹെംസ്വർത്ത്. ട്രെയിലറിൽ പുള്ളിയുടെ ലുക്കും ഡയലോഗ് ഡെലിവറിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഓക്കെ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വേറൊരു മാസ്റ്റർ പീസ് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു. ഗംഭീര ക്യാരക്ടറാണ് ഇതിനകത്ത്. ഡിമെൻറ്റസ് എന്നുള്ള ക്യാരക്ടർ ഒരു ശരിക്കും ഡീമൺ തന്നെയാണ്. ക്രിസ് ഹെംസ്വർത്ത് തന്നെയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ. ഫ്യൂരിയോസ എന്നുള്ള ടൈറ്റിൽ റോളിൽ അന്യ ടൈലർ ജോയ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. മാഡ് മാക്സ് ഫ്യൂരി റോഡിൽ ഫ്യൂരിയോസ എന്നുള്ള റോൾ ചെയ്തിരുന്നത് ചാർലീസ് തെറോൺ ആയിരുന്നു. ഈ പടത്തിൽ ഫ്യൂരിയോസയുടെ ഒരു യങ്ങർ വേർഷൻ്റെ കഥയാണ് കൂടുതലായിട്ട് പറയുന്നത്. 80 വയസ്സുള്ള ഒരു ഡയറക്ടറുടെ പടമാണ്. നമ്മുടെ നാട്ടിൽ 50-60 വയസ്സുള്ള ആൾക്കാരെ തന്നെ പഴയ ആൾക്കാരാണ്. പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ഡയറക്ടറൊന്നും അല്ല. നമ്മൾ ചാപ്പ പൊത്തുന്ന സമയത്താണ് 80 വയസ്സുള്ള പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡയറക്ഷൻ ടീമും ക്രൂ ഒക്കെ കാണുമല്ലോ. എന്തായാലും പക്ക പടം, ഗംഭീര പടം. മാഡ് മാക്സ് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുമല്ലോ. പ്രത്യേകിച്ച് ഐമാക്സ് എക്സ്പീരിയൻസും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് തൂക്കി അവിടെ കൊണ്ടുപോവുകയാണ് ശരിക്കും. നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു വേസ്റ്റ് ലാൻഡിലും അവിടുത്തെ കഥയിലും ശരിക്കും അതിനോടൊപ്പം ചേർന്ന് നമ്മൾ യാത്ര ചെയ്യും. മാഡ് മാക്സ് 2015 ഇറങ്ങിയത് എനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഞാൻ അതിന് മുമ്പ് മാഡ് മാക്സ് സിനിമകളെ കുറിച്ച് കേട്ടിട്ടുമില്ല, മാഡ് മാക്സ് സിനിമകൾ കണ്ടിട്ടുമില്ലായിരുന്നു. അത് ഒരു പ്രത്യേകതരം ഇതാണ്. അത് ഫുൾ ആൻഡ് റോഡിൽ തന്നെയല്ലേ. അത് തുടക്കം തൊട്ട് അവസാനം വരെ റോഡിൽ തന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ഫൈറ്റ് കാര്യങ്ങൾ മാത്രം. ഇതിനകത്ത് കുറേ കൂടെയൊക്കെ കഥയും കാര്യങ്ങളും. ഇത് ശരിക്കും പറഞ്ഞാൽ അടിപ്പടം എന്നുള്ളതിനേക്കാൾ ഒരു കഥപ്പടമാണ്. ഒരു ഒറിജിൻ സ്റ്റോറി എന്നുള്ള നിലയിൽ ഇത് എങ്ങനെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായി, ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മൾ നടുക്ക് നിന്ന് കാണുന്ന പോലെയാണ് മാഡ് മാക്സ് ഫ്യൂരി റോഡിനകത്ത് കാണുന്നത്. ഇതിനകത്ത് ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കും അല്ലെങ്കിൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതെവിടെ നിന്ന് തുടങ്ങി ഇതെവിടെ അവസാനിക്കുന്നു, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ ഉള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ മൊത്തത്തിൽ കിട്ടത്തക്ക രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ഇതിനകത്ത് ഉണ്ട്. നമുക്കത് ഒരു സിനിമ പൂർണ്ണമായിട്ടും കാണുന്ന നമുക്ക് ആ ഒരു പൂർണ്ണത കിട്ടുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും ഇത് കണ്ട് തീരുമ്പോഴത്തേക്കും നമ്മൾ മാഡ് മാക്സ് ഫ്യൂരിയുടെ തുടക്കമാണ് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും 2015 ഈ പടം മറ്റത് റീവിസിറ്റ് ചെയ്യാനുള്ളൊരു തോന്നലാണ് നമുക്ക് ഈ പടം ഫ്യൂരിയോസ കണ്ട് തീരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്നത്. പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് എറയിൽ നടക്കുന്ന ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ മൂവിയാണ് മാഡ് മാക്സ്. മാഡ് മാക്സ് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി നമുക്ക് അത് നന്നായിരുന്നു ഇത് നന്നായിരുന്നു എന്നെടുത്ത് മാഡ് മാക്സ് പടങ്ങൾ കാണുമ്പോഴത്തേക്ക് അറിയാം. നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകം നമ്മളെ കാണിക്കുക എന്നുള്ളതാണ് ഡയറക്ടർ ജോർജ് മില്ലർ ചെയ്യുന്നത്. അത്ഭുതപ്പെട്ടു പോകുന്നത് ഇതിൻ്റെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പിലാണ്. കോസ്റ്റ്യൂം നമുക്ക് ഭയങ്കര ഒത്തൻറ്റിസിറ്റിയാണ്. ഇത് ശരിക്കും നമ്മൾ ആ ഒരു കാലഘട്ടത്തെ കാണുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക്, കോസ്റ്റ്യൂം, മേക്കപ്പ്, ആർട്ട് വർക്ക്, ഈ 3 കാര്യങ്ങളിലാണ് ഈ പടം ഏറ്റവും കൂടുതൽ ആളുകളെ ത്രില്ലടിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അമ്പരപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാം. പടം കണ്ടിറങ്ങി നമ്മൾ ഉള്ള ചർച്ചകളിലിങ്ങനെ ആലോചിക്കും, ഇതുപോലുള്ള പടങ്ങൾ നമ്മൾ മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വരുമോ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ വരുമോ? ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് മൂവിയൊക്കെ മലയാളത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിലൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് മൂവി പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്, ഗഗനചാരി. പക്ഷേ അതൊരു കോമഡി ഹൊറർ ജോണറിലെ പോലെ അങ്ങനത്തെ ഒരു സാധനമാണ് എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ ട്രെയിലർ കണ്ടിട്ട്. മാഡ് മാക്സിനെ ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പടങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈവൻ KGFൻ്റെ കുറേ പോർഷൻസൊക്കെ മാഡ് മാക്സ് ഫ്യൂരി റോഡിൻ്റെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ആ ബൈക്കർ ഗ്യാങ്ങും മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ അത് മോശമല്ലാത്തൊരു ഇൻസ്പിറേഷൻ കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്പിറേഷൻസ് ഇനിയും നമുക്ക് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിനുള്ള സ്ക്രീനുകളിൽ ഈ പടം ഉണ്ട്. ധൈര്യമായിട്ട് പോയി കാണാം. ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. മസ്റ്റായിട്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും ഉള്ളൊരു തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. വർത്ത് വാച്ചിങ് മൂവിയാണ്. ഇത് പഴയത് കാണണോ അങ്ങനെയൊന്നുമില്ല. ഇതൊരു പ്രീക്വൽ ആയതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2015 പടം റീവിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടാവും. ഒന്നുമില്ലെങ്കിലും ക്രിസ് ഹെംസ്വർത്തിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് കാണാനെങ്കിൽ നമുക്ക് ഈ പടം പോയിരിക്കും. അപ്പോൾ ഒരു നല്ല ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട സിനിമയാണ് ഫ്യൂരിയോസ എ മാഡ് മാക്സ് സാഗ. നിങ്ങളും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. ബൈ.